എന്റെ പൊന്നോ, ഈ ആഴ്ച നമുക്ക് കുറേയധികം ബോംബ് നമുക്ക് ഹോളിവുഡിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയേണ്ട സോണിയുടെയും സ്പൈഡർമാൻ്റെയും കാര്യത്തിൽ തന്നെയാണ്. അവർ മാത്രമല്ല, അവരുടെ കൂടെ തന്നെ നമുക്ക് ഡിസ്നി ഉണ്ട്, മാർവല്, പിന്നെ DC ഒക്കെ ഭാഗത്തു നിന്ന് നമുക്ക് വേറെ കുറേ അപ്ഡേറ്റ്സ് ന്യൂസ് എല്ലാം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഒരു റൗണ്ട് അപ്പ് തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളുടെ ആദ്യം ടൈം ഞാൻ കളയുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ ന്യൂസിലേക്ക് കിടക്കാം. Here we go. സോ ആദ്യം തന്നെ നമ്മുടെ ഹോളിവുഡിലെ തന്നെ ലെജൻഡറി ഡയറക്ടർ ആയിട്ടുള്ള ജെയിംസ് കാമറൂണിന്റെ ഇന്റർവ്യൂ ഈ ഇടയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ഇനി വരാൻ പോണ സിനിമയായിട്ടുള്ള അവതാറിന്റെ പുതിയ പാട്ട് ഫയർ ആൻഡ് ആഷിനെ കുറിച്ച് തന്നെ. ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ഇന്റർവ്യൂവർ പുള്ളിക്കാരനോട് ഒരേ ഒരു ക്വസ്റ്റൻ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, താങ്കൾ തന്നെ ആയിരിക്കും ഇനി വരാൻ പോണ അവതാറിന്റെ ബാക്കിയുള്ള പാട്ടെല്ലാം ഡയറക്റ്റ് ചെയ്യാൻ പോണേന്ന്. അതിന് ഒരേ ഒരു ചൂടുള്ള മറുപടിയാണ് ജെയിംസ് കാമറൂൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എന്ത് തേങ്ങ കാണിക്കാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്? കാരണം ഇനി വരാൻ പോണ അവതാറിന്റെ പാർട്ട് 5, 6, 7 ഇതെല്ലാം പുള്ളിക്കാരൻ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോണത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന മറ്റൊരു വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ടെർമിനേറ്റർ ഒറിജിനലും ടെർമിനേറ്റർ 2 ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റാരുമല്ല, ജെയിംസ് കാമറൂൺ തന്നെയായിരുന്നു. ആൻഡ് ജെയിംസ് കാമറൂൺ ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ളൊരു ടെർമിനേറ്റർ പ്രൊജക്റ്റിനകത്ത് പുള്ളിക്കാരൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കായിട്ടുള്ളത്. ടെർമിനേറ്റർ ഫാൻസ് റിജോയ്സ്. നമുക്ക് മിക്കവാറും പുള്ളിക്കാരൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ടെർമിനേറ്ററിന്റെ 3ാം പാർട്ട് നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ ട്രിയോളജി വെച്ചല്ല ഞാൻ പറഞ്ഞത്. ജെയിംസ് കാമറൂൺ ഡയറക്റ്റ് ചെയ്ത് നമുക്കൊരു 3ാമത്തെ പാർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല. ലാസ്റ്റ് ഇറങ്ങിയ പടങ്ങളെല്ലാം ലാസ്റ്റ് എന്തായിരുന്നു, ഡാർക്ക് ഏജ്, പിന്നെ ജെനിസിസ് ഏതാണ്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം ശോകം തന്നെയായിരുന്നു. സോ നമുക്ക് ഏകദേശം നമുക്ക് പ്രതീക്ഷിക്കാം പുള്ളിക്കാരൻ തിരിച്ച് ടെർമിനേറ്റർ ഫ്രാഞ്ചൈസിയിലേക്ക് വരുമെന്നുള്ളൊരു കാര്യം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾ സ്റ്റാർ വാർസിന്റെ ദ ആക്വലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പം തന്നെ നിർത്തിക്കോ. കാരണം ഡിസ്നി ആ ഒരു സീരീസ് ക്യാൻസൽ ചെയ്തു. കാരണം അത്രയും കിഡിലനായിട്ടായിരുന്നു സീസൺ 1 അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫാൻസിനും ഒത്തിരിയധികം രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഡിസ്നി അത് ക്യാൻസൽ ചെയ്തത്. കാരണം ഇത്രയും അധികം ദുരന്തം അല്ലെങ്കിൽ ഇത്രയധികം പരാജയമായിട്ടുള്ളൊരു സ്റ്റാർ വാർസിന്റെ യൂണിവേഴ്സിൽ വരുന്നൊരു സീരീസ് നമുക്ക് അടുത്തൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. സോ ആൽക്കുലൈറ്റ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരുന്നെങ്കിൽ കാണരുത്. ഇനി കാണാൻ പ്ലാൻ ഉണ്ടെങ്കിലും കാണരുതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അത് വൻ ദുരന്തം തന്നെയാണ്. സോ ഇനി നമ്മൾ DC-യിലേക്ക് പോയിക്കഴിഞ്ഞാൽ നമുക്ക് ജെയിംസ് ഗണ്ണിന്റെ ഭാഗത്തുനിന്ന് പുതിയധികം അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഇത്തവണ നമുക്ക് ലഭിച്ചിട്ടുള്ള പുള്ളിക്കാരൻ ആർഗ്യസിന്റെ പുതിയൊരു ലോഗോ ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ. ആൻഡ് ഇത് നിങ്ങൾ കുറച്ചും കൂടി നോക്കിക്കഴിഞ്ഞാൽ കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ആർഗ്യസിന്റെ ലോഗോ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കാരണം ആർഗ്യസ് റൺ ചെയ്യുന്നത് അമാൻഡ വാലറാണ്. അമാൻഡ വാലറിന്റെ അണ്ടറിലാണ് നമ്മുടെ സൂയിസൈഡ് സ്ക്വാഡ് ടീമൊക്കെ വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമ്മുടെ മാർവലിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏജൻസ് ഓഫ് ഷീൽഡ് പോലെ തന്നെ ഒരു DC-യുടെ വെർഷൻ ഓഫ് ടീം തന്നെയാണ് ഇവരുടെ ആർഗ്യസിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. സോ ആർഗ്യസ് എന്താണെങ്കിലും സൂപ്പർമാനിലും അതുകൂടാതെ ഇനി വരാൻ പോകുന്നത് ജോൺ സീനയുടെ പീസ് മേക്കർ സീസൺ 2-നകത്തും അവർ ഫീച്ചർ ചെയ്യുന്നുള്ളൊരു കാര്യം കൂടിയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ജോൺ സീനയോട് തന്നെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇപ്പം നമുക്ക് എപ്പോഴായിരിക്കും സീസൺ 2 പീസ് മേക്കറിനെ കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ന്യൂസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേയധികം പിക്ചേഴ്സ്, വോളോട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് പീസ് മേക്കറിൻ്റെ സീസൺ 2-നെ കുറിച്ച് ലഭിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. പക്ഷേ ജെയിംസ് ഗൺ ഇപ്പോഴും പറയുന്നത് പുള്ളിക്കാരൻ്റെ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സൂപ്പർമാൻ സിനിമയിൽ തന്നെയാണ്. കാരണം അതിൻ്റെ റീസെൻ്റ്ലി അതിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെ നമുക്ക് ഈ ഒരു പുതിയ DC യൂണിവേഴ്സിനകത്ത് ആദ്യം കിട്ടാൻ പോകുന്നത് അത് സൂപ്പർമാൻ സിനിമ തന്നെയായിരിക്കും. അതിനുശേഷം എന്താണെങ്കിലും പീസ് മേക്കറിൻ്റെ സീസൺ 2 ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ജെയിംസ് ഗണ്ണിൻ്റെ ഭാഗത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു രീതിയിൽ നോക്കിയാൽ നല്ല കാര്യം തന്നെയാണ്. കാരണം അവരൊരു പ്രയോറിറ്റൈസ് ചെയ്തിട്ട് മാർവലിൻ്റെ പോലെ, അതായത് ഓരോ ഫേസ് പോലെ ചെയ്തതിനെ കുറച്ചും കൂടി DC-ക്കും ആ ഒരു ലെവലിൽ എത്താൻ സാധിക്കും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നമ്മൾ പീസ് മേക്കറിൻ്റെ സീസൺ 1-ൽ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളും ക്യാനൻ അല്ല. സീസൺ 2 DC യൂണിവേഴ്സിലെ തന്നെ പീസ് മേക്കറിൻ്റെ സീസൺ 1 ആയിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതിനു മുമ്പ് പീസ് മേക്കറിൻ്റെ സീസൺ 1 കണ്ടിട്ടുള്ളത് അതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഓൾട്ടർനേറ്റീവ് സ്റ്റോറി എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് ജെയിംസ് ഗണ്ണും പറഞ്ഞിട്ടുള്ളത്. സോ ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്, കാരണം പീസ് മേക്കറിൻ്റെ സീസൺ 1 കിടലൻ തന്നെയായിരുന്നു. സോ ഇനി നമ്മൾ നേരെ മാർവലിലേക്ക് നോക്കിയാൽ നമുക്ക് മാർവലിനകത്ത് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, എക്സ്മാൻ സിനിമ ഇനി എപ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം 20th സെഞ്ചുറി ഫോക്സ് ഡിസ്നി അക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റ് ഒന്നും നമുക്ക് കിട്ടില്ല. ഇപ്പം മ്യൂട്ടൻസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഡെഡ്പൂൾ ആൻഡ് വുൾവറിനിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് നമുക്കിപ്പോൾ ഒരു ഏകദേശം ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാരി ജെൻകിൻസ് ആകാം ഇനി വരാൻ പോകുന്ന എക്സ്മാൻ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഡിസ്നിക്ക് ബാരിയെ നല്ല രീതിയിൽ തന്നെ വിശ്വാസമുണ്ട്. പുള്ളിക്കാരൻ തന്നെയായിരുന്നു മുഫാസ എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെ. സോ അതുകൊണ്ട് തന്നെ ഡിസ്നി ആയിട്ട് നല്ല ടേംസ് ആണ് പുള്ളിക്കാരൻ. സോ മേ ബി പുള്ളി തന്നെ ആയിരിക്കാം ഇനി വരാൻ പോകുന്ന എക്സ്മാൻ്റെ ആ ഒരു ട്രിയോളജി ഡയറക്റ്റ് ചെയ്യാൻ പോകണമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെ. നമുക്ക് കണ്ടറിയാം പുള്ളിക്കാരൻ്റെ
ഡയറക്ടറിന്റെ വർക്കും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു മ്യൂട്ടൻസ് സാഗ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ്മെൻ സിനിമ കൊണ്ടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് പ്രതീക്ഷിക്കാം നല്ലൊരു സിനിമയായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇനി നമുക്ക് നേരെ ഡെയർ ഡെവിൾ ബോൺ അഗൈനെ കുറിച്ചിട്ടുള്ള ന്യൂസും അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അതിനകത്തുള്ള മെയിൻ വില്ലൻ ആയിട്ടുള്ള കിൻ പിൻ റീസെന്റ് ഒരു ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഡിസ്നി എന്നെ ഇത് ചെയ്യാൻ അനുവദിച്ചതിൽ തന്നെ ഞാൻ ആശ്ചര്യപ്പെട്ടു പോയെന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം നെറ്റ്ഫ്ലിക്സിന്റെ അതേ ഒരു അഡാപ്റ്റേഷൻ തന്നെയാണ് നമുക്ക് ബോൺ അഗൈനിൽ നമുക്ക് ലഭിക്കുന്നത്. ഇത് ഹാർഡ് കോർ ആയിട്ട് അഡൾട്ട് ആയിട്ടുള്ള സീരീസ് ആയിരിക്കും, റേറ്റഡ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് നമ്മൾ ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ സിനിമ കണ്ടതുപോലെ തന്നെ. സോ കിൻപിൻ പറയുന്ന പുള്ളിക്കാരൻ അത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഈ ഒരു പുതിയ സീരീസിനകത്ത് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരന് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു ഡിസ്നി ഇത് അപ്രൂവ് ചെയ്യൂ എന്നുള്ളൊരു കാര്യം. കാരണം നമുക്കറിയാം ഡിസ്നി സത്യം എപ്പോഴും PG-13 അവർ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായിരിക്കും കിൻപിൻ ഇതിനകത്ത് പ്രത്യേകിച്ച് ചെയ്തിട്ടുണ്ടാകുന്നത്, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ കിൻപിൻ്റെ ആക്ടർ പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. കാരണം പുള്ളിക്കാരൻ വിചാരിച്ച് ഇത് എന്തായാലും അവർ സെൻസർ ചെയ്ത് കളയുന്നതാണ്, പക്ഷേ അത് അവർ സെൻസർ ചെയ്ത് കളഞ്ഞിട്ടില്ല. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അഗേതയിലാണ്. സോ അഗേത ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബോൺ അഗൈനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ച ന്യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ 1 with a B ബില്യണിൽ എത്തി എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഒരു പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഹയസ്റ്റ് ഗ്രോസിംഗ് റേറ്റഡ് ഫിലിമായിട്ട് ഡെഡ്പൂൾ ആൻഡ് വുൾവറിൻ മാറിയിരിക്കുക തന്നെയാണ്. ജോക്കറിന്റെ റെക്കോർഡാണ് അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഡിസർവിങ് ആയിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു മൾട്ടികാസ്റ്റ് ഫിലിമാണ്. നമുക്ക് ജോക്കർ 2 വരുന്നുണ്ട്. ചിലപ്പോൾ ജോക്കർ 2 എന്താ പറയേണ്ടത്, മിക്കവാറും ആ ഒരു റെക്കോർഡ് തിരുത്താനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. പക്ഷെ ഇപ്പോൾ കറന്റ് ഉള്ള സിറ്റുവേഷനിൽ ഡെഡ്പൂൾ ആൻഡ് വുൾവറിനാണ് റേറ്റഡ് ഫിലിം കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഗ്രോസ് ചെയ്തേക്കുന്ന, ബോക്സ് ഓഫീസിൽ ഗ്രോസ് ചെയ്തിട്ടുള്ള ഒരു സിനിമ തന്നെ. കമിയോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കട്ട് ചെയ്തിട്ടുള്ള കുറേ കമിയോസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂവിനകത്ത് പറഞ്ഞെന്നുള്ളൊരു കാര്യം. അതിന്റെ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ബെൻ ആഫ്ലിക്കിന്റെ ഡെയർ ഡെവിളിനെയും കൂടി അവർ സത്യം പറഞ്ഞാൽ കമിയോടെ ആ ഒരു ലിസ്റ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ബെൻ ആഫ്ലിക്ക് പുള്ളിക്കാരൻ അത് താല്പര്യമില്ലെന്നുള്ളൊരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. കാരണം റയാൻ റെനോൾഡ്സിന്റെ ഒരേ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മാർവൽ മൂവീസിനെ ഒക്കെ MCUലേക്ക് കണക്ട് ചെയ്യിപ്പിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതാണ് അവർ സത്യം പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചിട്ടുള്ളത്. സോ ഇനി നമുക്ക് ഈ ആഴ്ച ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ ന്യൂസുകളിലേക്ക് നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ് RDJയുടെ ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടറിനെ നമുക്ക് പുതിയ ഇറങ്ങാൻ പോകുന്ന ഫെന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞ ഫിലിമിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. ആൻഡ് അത് കൂടാതെ തന്നെ അവർ മറ്റൊരു അപ്ഡേറ്റും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ഈ യൂണിവേഴ്സ്, അതായത് ഈ ഫെന്റാസ്റ്റിക് ഫോറിന്റെ യൂണിവേഴ്സിലുള്ള വില്ലൻ ആയിരിക്കും ഡോക്ടർ ഡൂം എന്നുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ പ്രസന്റ് MCUനകത്തുള്ളൊരു യൂണിവേഴ്സിലുള്ള ഒരു വില്ലൻ അല്ല, ഈ ഫെന്റാസ്റ്റിക് ഫോറിന്റെ കൂടെ തന്നെയാണ് ഈ ഒരു ഡോക്ടർ ഡൂമിന്റെ ക്യാരക്ടർ വരുന്നത്. കാരണം കോമിക്സ് നോക്കിയാൽ നമുക്ക് അറിയാവുന്നത് തന്നെയാണ് ഫെന്റാസ്റ്റിക് ഫോറിന്റെ മെയിൻ നെമിസിസ് എപ്പോഴും ഡോക്ടർ ഡൂം തന്നെയാണ്. സോ അങ്ങനെയാണ് അവർ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. സോ ഗലാക്ടസ് മെയിൻ വില്ലൻ ആണെങ്കിലും നമുക്ക് ചെറിയ താനോസിനെ പോലെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ടീസ് നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് RDJയുടെ ഒരു ഫസ്റ്റ് ലുക്കും കൂടി നമുക്ക് ഈ ഒരു സിനിമയിൽ കിട്ടും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. സോ ഫാന്റാസ്റ്റിക് ഫോർ സിനിമ കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സോണി വേഴ്സിലേക്ക് പോകാം. കാരണം ഇത്തവണ നമുക്ക് കുറേയധികം ന്യൂസ് സോണിയുടെ ഭാഗത്തും തന്നെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇതിനകത്ത് എടുത്ത് പറയേണ്ട ന്യൂസ് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്രേവൻ സിനിമയിൽ സത്യം പറഞ്ഞാൽ സോണി നല്ല രീതിയിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. അവരിപ്പോൾ പറയുന്നത് കുറേയധികം അവർ ഡിലേ ചെയ്ത സമയത്ത് റീഷൂട്ട് കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ടാണ്. ആൻഡ് ഇപ്പോൾ ഈ സിനിമ ഒരു പിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്, നല്ലൊരു പെർഫെക്റ്റ് ഒറിജിനൽ സ്റ്റോറിയും കൂടിയാണെന്നാണ് സോണി പറഞ്ഞു വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ തന്നെ കോൺഫിഡൻസ് ഉണ്ട് ഈ ഒരു സിനിമയ്ക്കകത്ത്. ഈ ഒരു സിനിമ ബോക്സ് ഓഫീസ് റെക്കോർഡെല്ലാം ബ്രേക്ക് ചെയ്യുമെന്നൊക്കെയാണ് സോണി പറയുന്നത്. എന്ത് കണ്ടിട്ടാണോ എന്തോ. ഓക്കെ, അവരുടെ ഇത് ഞാൻ ജഡ്ജൊന്നും ചെയ്യുന്നില്ല. പടം ഇറങ്ങട്ടെ, പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് പ്രൂവ് മീ റോങ് എന്ന് മാത്രമേ എനിക്ക് സോണിയോട് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സോണിയുടെ കുറേയധികം പ്ലാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ എപ്പോഴും ആലോചിച്ചിട്ടില്ലേ, കാരണം എന്തുകൊണ്ടാണ് സോണി ഇതേപോലെ ചവറ് പടങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്പൈഡർമാൻ്റെ വില്ലന്മാരെ വെച്ചെന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, അവർ സ്പൈഡർമാൻ്റെ ഏതെങ്കിലും ഒരു വില്ലനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാർവലിന് യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇനി അത് യൂസ് ചെയ്യുവാണെങ്കിൽ അവർ 50-50 പ്രോഫിറ്റ് ഷെയറിങ്ങിലേക്ക് പോകേണ്ടി വരും. സോ ആ ഒരു റീസൺ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയധികം ചറപറയായിട്ടുള്ളൊരു സ്പൈഡർമാൻ്റെ വില്ലന്മാരുടെ സ്പിൻ ഓഫ് സിനിമകൾ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് ഇനി MCUലേക്ക് ക്രേവനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെനത്തിനെ യൂസ് ചെയ്യണമെങ്കിൽ അവർ 50-50 ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. പ്രോഫിറ്റ്
സോണിക്ക് എന്ത് തൊട്ടാലും അവിടെ എനിക്ക് കാശ് കണ്ടിരിക്കണം. ആ ഒരു ഒറ്റൊരു വിചാരം മാത്രമേ ഉള്ളൂ സോണിക്ക്. അത് നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നേരെ നമുക്ക് സ്പൈഡർമാൻ 4ന്റെ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. ഈ രീതിയിൽ നോക്കിയാൽ നല്ല ശോക അവസ്ഥ തന്നെയാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് കാര്യങ്ങളെല്ലാം അവർ തീർത്തിരിക്കുക തന്നെയാണ്. ആൻഡ് ഫിലിമിൻ്റെ ഷൂട്ടിങ് അടുത്ത വർഷം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്കറിയാം മാർവലിന് വേണ്ടിയിരുന്ന ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. പക്ഷേ സോണിക്ക് വേണ്ടത് ഒരു മൾട്ടിവേഴ്സൽ ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. സോ ഈ ഒരു ഫൈറ്റ് ഇപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറൻ്റ്ലി സോണി സ്പൈഡർമാൻ 4 സിനിമ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ്. യെസ്, നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും ഇല്ല ഈ ഒരു സിനിമ ഇനിയിപ്പോൾ എന്തായിരിക്കും. കാരണം ആസ് പെർ സിനിമയുടെ ഷെഡ്യൂൾ വെച്ചിട്ട് അടുത്ത വർഷം അതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. ആൻഡ് ഇപ്പോൾ പ്രസൻ്റ്ലി സോണി ഈ ഫിലിം ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്, എപ്പോഴാണ് അവർ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ഒരു ഐഡിയ നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർക്ക് നോവേ ഹോം 2.0 ആണ് അവർക്ക് വേണ്ടത്. കാരണം അവർക്ക് കുറച്ചും കൂടി കൂടുതൽ മൾട്ടിവേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം നമുക്കറിയാം നോവേ ഹോം ഭയങ്കര വലിയ ഹിറ്റായിരുന്നു. സോ ആ ഒരു എന്താ പറയണ്ട, വീണ്ടും അവർക്ക് അതേപോലെ ഒരു ബോക്സ് ഓഫീസ് ഫിലിം അവർക്ക് വേണം. ഈ ഇറക്കിയിട്ടുള്ള എല്ലാ സിനിമയുടെയും എന്താ പറയുക, ഈ സിനിമയൊക്കെ ലോസ് ആയിരുന്നല്ലോ. ഈ സിനിമയുടെ ലോസ് എല്ലാം മാറ്റി അവർക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർക്ക് ഇനിയൊരു പുതിയൊരു നോവേ ഹോമിൻ്റെ ആവശ്യമുണ്ട്. സോ ആ ഒരു ഒറ്റ റീസൺ കൊണ്ട് തന്നെയാണ് അവർ സത്യം പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മാർവലായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമുക്കിപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് സ്പൈഡർമാൻ 4നെ കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതാണ് ഏറ്റവും വലിയ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. എനിക്കറിയാം നിങ്ങളെപ്പോലെ തന്നെ ഞാനും നല്ല രീതിയിൽ തന്നെ നിരാശയിൽ തന്നെയാണ്. ഇനി നമുക്കൊരു പ്രതീക്ഷ വയ്ക്കാം, എന്തെങ്കിലും സോണി കനിയട്ടെ എന്നുള്ളൊരു കാര്യം. കാരണം മാർവലിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. സോണി തന്നെ വിചാരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഈ ആഴ്ച ഹോളിവുഡിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ന്യൂസ് എല്ലാം തന്നെ. ഇനി നമ്മൾ ഗെയിമിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ആഴ്ച നമുക്ക് ബ്ലാക്ക് മിത്ത് വ്യൂകോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിം റിലീസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ എൽഡൻ റിങ് അതുപോലെ തന്നെ സെക്യൂറോ അതേപോലത്തെ ഗെയിംസ് എല്ലാം കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലത്തെ ഒരു സോൾ ലൈക്ക് ആയിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. സിംഗിൾ പ്ലെയർ ആണ്, ചൈനീസ് മിത്തോളജി ബേസ്ഡ് ചെയ്തിട്ടുള്ളൊരു ഗെയിം തന്നെയാണ്. അത് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. സോ അറിഞ്ഞിരിക്കുക നിങ്ങൾ ഗെയിം കളിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഈ ആഴ്ചയുള്ള ന്യൂസ്, വീഡിയോസ്, അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. നിങ്ങൾ ഇതിനകത്ത് ഏതൊരു ന്യൂസിന് വേണ്ടിയിട്ടാണ് എക്സൈറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. Punch.